ബഹുമാനനായ CP ഉമർ സുല്ലമിയോട് ഉള്ള അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ എന്താ ചോദ്യം എന്നറിയോ? സുല്ലമി പറഞ്ഞത് തെറ്റാണ് താങ്കൾക്ക്, അതായത് ബുഖാരിയിലുള്ള എല്ലാ ഹദീസും സ്വഹീഹാണെന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിന് CP ഉമർ സുല്ലമിൻ്റെ മറുപടി എന്താ? അതായത് സലാം സുല്ലമിയെ സംബന്ധിച്ച് പറയാണ്, എന്താ പറഞ്ഞത്? അദ്ദേഹം മനസ്സിലാക്കിയതിന് വിരുദ്ധമായ ഒരു മത്തിന് ബുഖാരിൽ അദ്ദേഹം കണ്ടു നോക്കുക. അദ്ദേഹം ഖുർആനെ സ്വീകരിക്കുമ്പോൾ ബുഖാരി തെറ്റാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കണ്ടാൽ മലക്കുൽ മൗത്തിന് ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. CP ഉമർ സുല്ലമി പറയാണ്, ഇത് പ്രശ്നമാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ജാബിർമാനിക്ക് മനസ്സിലായോ? അവനാൻ്റെ സ്വന്തം ബുദ്ധി വെച്ചിട്ട് അളന്നിട്ട് ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ തട്ടുക, ആ തട്ടുന്ന ഏർപ്പാട് നിങ്ങൾക്കുണ്ട്. ഇനി മൂപ്പർ പറയുന്ന CPൻ്റെ നിഷേധം കേട്ടോളി. അപ്പോൾ ബുഖാരിയിൽ താങ്കൾ ദഈഫായ ഹദീസുകൾ കണ്ടെത്തിയിട്ടില്ല. സെൻസിംഗാരൻ്റെ ചോദ്യമാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. അപ്പോൾ CPയോട് ചോദിക്കാണ്, സഹീൽ ബുഖാരി ദഈഫായ ഹദീസ് ഉണ്ടോ? അങ്ങനെ പറഞ്ഞുകൂടാ. അതായത് ദഈഫായ ഹദീസ് കണ്ടെത്തിയിട്ടില്ല പറഞ്ഞുകൂടാ. നമ്മുടെ അമലിനെ ബാധിക്കുന്ന കാര്യത്തിൽ ബുഖാരിയിലെ ഹദീസുകളെല്ലാം ശരിയാണ്. അമലിനെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. മലക്കുൽ മൗത്തിൻ്റെ കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നതുപോലെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് വിശ്വസിക്കാൻ CP ഉമർ സുല്ലമിക്ക് പ്രയാസമുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകൾക്കും മുജാഹിദീങ്ങളായ ആളുകൾക്കും ഒരു പ്രയാസവും ഇല്ല.